അപ്പൊ നമ്മളിന്ന് ഒരു ചിക്കൻ കറി അങ്ങോട്ട് വെക്കാൻ പോവുകയാണ്. അതിന്റെ പ്രഹസനങ്ങൾ കാണാം. ആദ്യം നമുക്ക് തക്കാളി കട്ട്. ഏറ്റവും വലിയ പാടുപെട്ട പണി എന്താന്ന് വെച്ചാൽ ഈ സവാള ഗിരിഗിരിയാക്കല് ചോപ്പർ കുട്ടനിലേക്ക് അങ്ങോട്ട് ഇടാം. ഇല്ലെങ്കിൽ കണ്ണിരിഞ്ഞ് പണ്ടാറിടാം. എന്നിട്ട് പീസാക്കുക. ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് പോലും കണ്ണെരിയുന്നു. ഇനി നമുക്ക് ആദ്യം വെളുത്തുള്ളിയിൽ തീർക്കാം. മുളക് നീളത്തിൽ മുറിച്ചിടാം. ഇഞ്ചി, ലെറ്റ്സ് ഗോ. കറിവേപ്പിലില്ല, വാ. പോതും. നമ്മൾ ഒരു 3-4 സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി പോതും. ഇതിങ്ങനെ വറക്കുമ്പോൾ നമുക്ക് ചൂടെടുക്കും. അപ്പം നമുക്ക് ദാഹിക്കും. അപ്പം നമ്മൾ നല്ല മഴയത്ത് നല്ല തണുത്ത വെള്ളം അങ്ങോട്ട് മുന്ത് ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലോണം തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് പറഞ്ഞെടുക്കാം. കൂടുതൽ ടൈം തണിയാൻ കാത്തുന്ന സമയം കിട്ടും. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. കുറച്ച് തണിഞ്ഞിട്ട് എന്നിട്ട് മിക്സിയിൽ ചൂടാവട്ടെ. അരിഞ്ഞിട്ട് സാമഗ്രി വെള്ളം ഇതിലേക്ക് അങ്ങോട്ട് തളി കൊടുക്കുക. അപ്പം കറിയില്ല കുടുങ്ങ അരിഞ്ഞിട്ട് കണ്ണിയൊക്കെ വരുത്തിക്കാം. സവാള രീതിയിലേക്ക് കൊണ്ടിടുക. പിന്നെ നടക്കുക. കുക്കറിലായതുകൊണ്ട് കൂടുതൽ സമയം ഇതിലിട്ട് അങ്ങനെ അടക്കണ്ട. അരച്ചു വെച്ചാൽ മസാല അങ്ങനെ വിതറുക. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചോറാം. ഓക്കെ, ഇട്ട് കൊടുക്കാം. ഒരു ചിക്കൻ്റെ പകുതിയാണ് നമ്മളിത് കറി വെക്കും. സ്മെല്ലൊക്കെ കൊള്ളാം. ഒരു 3 വിസിലടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, ഓ മൈ ഗോഡ്, കൊള്ളാം. വേറൊരു പാത്രം എടുത്ത് അതിൽ നിന്ന് കോരി, അതിനൊന്നും കഴിയല്ല. സാധാരണ നമ്മളിന്നല്ലേ കഴിക്കുക. കുറച്ച് ചാറ്. നമ്മൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ പൂരിയോ ദോശയോ അങ്ങനെയൊന്നുമല്ല. ടെട്ടടേ എടുക്കും. ഇങ്ങനെ അങ്ങോട്ട് കുത്തി ഒരു പീസ് അങ്ങോട്ട് വെച്ച് അതെ വാ. വെൽഡൻ സുമി, വെൽഡൻ. കഴിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് വായിൽ നിന്ന് കൊതി വരുന്നില്ലടി. നീ കൊതി വിടരുത് എന്നോ. ഓ മൈ ഗോഡ്.